കഴിഞ്ഞില്ലടാ. ട്രാൻസ്ഫറിന്റെ എ ബ്ലോക്കില് 4 പേരില്ലേ? ഉണ്ട്. അതിൽ ഒരാള് പരോളിലാ, ഏറ്റുമാനൂർ ചന്ദ്രൻ. ഇപ്പൊ ഉള്ളത് പരൂർ ഹംസ, ജോർജ് കുട്ടി, പിന്നെ ഇവൻ. ഏയ് 12 അടിക്കുന്നുള്ളൂ. ഇതിപ്പോ ഏത് സമയമാണോ ശരി? സാറേ 12:04 വെച്ചോ. എന്റെ വാച്ച് റേഡിയോ ടൈമാ. നമുക്ക് ജയിൽ ടൈം മതി. ഇനി ഇത് നാളെ നിക്കോടാ. എന്റെ സാറേ, സാറിന് പുതിയൊരു വാച്ച് മേടിക്കാൻ പാടില്ലേ? ആഴ്ചയിൽ 2 പ്രാവശ്യം റിപ്പയറാ. എന്നാലും ശരിക്കും ഓടുവോ? അതുമില്ല. ഇത് എന്റെ അച്ഛൻ തന്ന വാച്ചാ, കളയാൻ മനസ്സ് വരില്ല. പിന്നെ സാധനം ഇത് പഴയ ഒമേഗയാ. വിദ്യാധരന്റെ സമയം. ഇത് അഴിച്ചു പെറുക്കി നേരെ കളയാം. വെയിലും കൊള്ളണ്ട, പണിയെടുക്കണ്ട. പൊയ്ക്കോ. വേഗം ചെല്ല്, അല്ലെങ്കിൽ അവസാനം ചോറുണ്ടാവില്ല. ഊണ് കഴിക്കുമ്പോഴും വേണോടാ ഭൂതക്കണ്ണാടി. മുഖം കണ്ടാൽ ഏതാണ്ട് ഈ കരള് പറിച്ചു തരാൻ പറഞ്ഞ പോലെയാ. കൊണ്ടുപോയിക്കോ. സാറേ, വേണ്ടാത്ത സൗജന്യങ്ങളൊന്നും പെർമിറ്റ് ചെയ്യരുത്. അത് ഒടുവിൽ പാരയാവും. ഒരു ഐലൻഡ്സ് കൊണ്ട് എന്ത് ചെയ്യാനാണോ? കൈരേകള് നോക്കാന്നോ? നല്ല കാലം തന്നെയടേ. ഇന്നിന് റിപ്പയറിംഗ് കോപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ വേഗം തിന്നേച്ചേ 7-ാം ബ്ലോക്കിന്റെ അപ്പുറത്തേക്ക് വരി. വാ. എല്ലാരും കിടപ്പിലായോ? വേഗം എഴുതിച്ച് വരേടേ. അനങ്ങി നടക്കടാ. വിദ്യാരാ, നിന്നെ കാണാൻ ആള് വന്നിട്ടുണ്ട്. നിന്റെ മറ്റേ കേടി മിഴിച്ചിരിക്കാണ്ട് വേഗം തിന്നേച്ചു വാടാ. ആരാ സരോജിനി? ആ കൊടമടിയൊക്കെ വെച്ചേക്ക്. ഇതെന്ത് കോലായത്? തിന്നും കഴിക്കൊന്നും ചെയ്യണില്ലേ? കഴിഞ്ഞാണോ കണ്ടേനേക്കാൾ ചടച്ചു. ഈ സമയത്ത് ആളെന്ന് പറഞ്ഞപ്പോ ആരാന്ന് കരുതി? എപ്പോഴും രാവിലെ അല്ലേ വരാറ്? ഒന്നും പറയണ്ട. രാത്രി വണ്ടിക്ക് തന്നെയാ വന്നത്. തിരക്കെന്ന് വെച്ചാ എന്താ തിരക്ക്! സൂര്യ കുത്താൻ ഇടയില്ല. സ്കൂൾ അവധിയാത്രേ. പരപര വെളുക്കുമ്പോ എത്തേണ്ട വണ്ടി എത്തിയപ്പോ 11 മണി. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെ കുളിമുറിയിൽ തിരക്കുണ്ടായില്ല. വേഗം കുളിച്ചു മാറാൻ പറ്റി. എന്തിനെങ്ങനെ വരണേ? പിന്നെ വരാണ്ട് വല്ലപ്പോഴെങ്കിലും എനിക്കൊന്ന് കാണണ്ടേ? എന്താ അവകാശം എന്ന് ചോദിച്ചാ അങ്ങനെ കഷ്ടപ്പെട്ട്
കഷ്ടപ്പാടോ? ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കണേ? ഇനിയിപ്പോ 1.5 മാസം കൂടിയല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് വരണ്ടല്ലോ, എന്നും കാണാലോ. വീടും പറമ്പൊക്കെ പുല്ലും പടഞ്ചയും കയറി കിടക്കുക. കഴിഞ്ഞ ആഴ്ചയും നെന്മാറേന്ന് ശാരദാട്ടിയുടെ മൂത്തം വന്നു നാളികേരം ഇട്ടുകൊണ്ടുപോയി. എന്നാ പെര തുറന്നൊന്ന് അടിച്ചു വാരുക, അതില്ല. പെര മുക്കാലും ചെതല. താക്കോല് കിട്ടി ഒന്ന് അടിച്ചു ഉടച്ചിടായിരുന്നു, തരില്ല. ഒരിക്കൽ ചോദിച്ചു, തേച്ചാലും കുളിച്ചാലും പോത്ത ചീത്തയാ കേട്ടത്. എന്തിനാ വെറുതെ അവരോടൊക്കെ? വേണ്ട, ഞാൻ വരട്ടെ. ആ പിന്നെ നമ്മുടെ ഇടവഴി നന്നാക്കി റോഡാക്കാൻ പോവാ. കറണ്ടും വലിക്കോത്രേ. ഇനിയിപ്പോ വരുമ്പോ പാമ്പിനെ പേടിക്കാണ്ട് നടക്കാലോ. മറന്നോ ആ ഇടവഴിയൊക്കെ? എന്നും രാത്രിയില് അതൊക്കെ ഓർത്തോണ്ട് കിടക്കും ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോ ചതിക്കുഴി കുത്തിയതും മത്തായി മാഷിനെ വീഴ്ത്തിയതും പാമ്പ് ഇണ കൂടണ കണ്ടതും പിന്നെ ഓർമ്മയില്ലേ? സംസാരിച്ചു കഴിഞ്ഞില്ലേ? സമയായി. പോയിക്കോ. സാരില്ല, അയാള് പോയി. പിന്നെ നമ്മുടെ മൂശാരി ബാലേട്ടൻ മരിച്ചു. എങ്ങനെ? വണ്ടി അടിച്ചതാ, 5:30 പാസഞ്ചർ. ചാരായം കുടിച്ച് തലയ്ക്ക് വെളിവില്ലാണ്ട് പെട്ടതാ. ചിലര് പറയണ തല വെച്ചതാന്ന്. ആർക്കറിയാം. ഇനി അതാലോചിച്ച് വിഷമിക്കണ്ട, പോയോര് രക്ഷപ്പെട്ടു. ആ പിന്നെ പറയേണ്ട കാര്യം വിട്ടു. ഞാൻ ഇവിടെ ശ്രീകുട്ടിയെ കണ്ടു. കഴിഞ്ഞ ആഴ്ച മമ്മിയൂര് ഒരു കളമ്പാട്ടും തിരുവൊഴിച്ചിലുണ്ടായിരുന്നു. ആറങ്ങോട്ടിന് എനിക്കൊരു മാമനുണ്ടല്ലോ, മാമനെ ഏറ്റതാ. പാട്ട് കഴിഞ്ഞ് മടങ്ങുമ്പോ ബസ്സിൽ വെച്ച് നല്ല മുഖപരിചയമുള്ള ഒരു കുട്ടി. ചോദിച്ചപ്പോ നമ്മുടെ ശ്രീകുട്ടി. ആ ചെറുപ്പത്തിലൊക്കെ ഞാൻ കരുതിയത് ഈ മുഖച്ചായെന്നാ. ഇപ്പൊ വളർന്നപ്പോഴല്ലേ തനി അമ്മ. ആ ചിരിയും കണ്ണും ഒക്കെ അത് തന്നെ. വലിയ കുട്ടിയായി, എന്റെ അത്രയുണ്ട്. ചോദിച്ചു എന്റെ മോള്. കുട്ടിക്കൊന്നൊന്ന് കാണണമെന്നൊക്കെ ഉണ്ട്. അമ്മാവന്മാര് വിടില്ല. ഒരിക്കലൊരു കത്തെഴുതി വെച്ചതാ, അതുപോലും അയക്കാൻ സമ്മതിച്ചില്ല. അച്ഛൻ മരിച്ചുപോയെന്ന് കരുതിക്കൊള്ളാനാ പറഞ്ഞിരിക്കണ. അതിന്റെ ഒരു യോഗേ. തന്തയില്ല തള്ളയില്ല. അമ്മായിമാരുടെ ആട്ടും തുപ്പും കൊണ്ട് വളരാനാ യോഗം. വിഷമിക്കണ്ട, പുറത്തിറങ്ങിയ നമ്മുടെ കുട്ടി നമ്മള് കൊണ്ടുവരില്ലേ? സാരില്ല. എന്താടാ ഉറങ്ങാറായില്ലേ? ഏത് കുട്ടിയാ തരണേ? കുട്ടിയാ? ആ ദാ കേട്ടോ. അത് കുട്ടിയൊന്നുമല്ല, പട്ടിയാ. പോയി കിടന്ന് ഉറങ്ങടാ. ഞാൻ ശരിക്കും കേട്ടതാ. നീ അങ്ങനെ പലതും കേൾക്കും, അത് പുതിയ കാര്യമൊന്നല്ലല്ലോ. അവിടെ എങ്ങാനും പോയി ചുരുണ്ടുപിടി കിടന്ന് ഉറങ്ങടാ. ഓരോ ദിവസം ഓരോ വട്ട്.
കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന 6347 നമ്പർ കണ്ണൂർ എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുന്നതാണ്. Poya
എന്റെ മോളെ ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന ഉണ്ടാവൂ. അതുപോലും ഉണ്ടാവില്ല. കുട്ടി അറിയ പോലും ഇല്ല. നോക്കിക്കോളൂ ശാരദമ്മേ, തല ചേർത്ത് പിടിച്ചോളൂ. ഈ കുട്ടിക്ക് എല്ലാറ്റിനും ഓരോ സമയമുണ്ട്. വയസ്സ് 7 ആയപ്പോഴാ കരയില്ലേ? കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ. ഇപ്പഴോ വേദന എടുത്തോ കുട്ടിക്ക്? അപ്പൊ ഒരു കാതിൽ മതിയോ കമ്മല്? കാത് കുത്തുമ്പോ പെൺകുട്ടികൾ കരയോ? കഴിഞ്ഞില്ലേ പണ്ടാരം? എപ്പോഴേ കഴിഞ്ഞു? അച്ഛന്റെ മോള് പൊന്നു മോള് കരയല്ലേ. ഇപ്പൊ മാറും. പൊന്നിന്റെ കമ്മലിടുമ്പോ അച്ഛന്റെ മോളിൽ സുന്ദരി കുട്ടിയാവെന്നറിയോ? കരയല്ലേ പൊന്നു, അച്ഛന് സഹിക്കണില്ല. പണ്ടാരടങ്ങാൻ ഇതിപ്പോ കുത്തണ്ട ഒരു കാര്യവും. ഈ കരച്ചില് കാണാണ്ടിരിക്കാൻ വേണ്ടി എത്ര നാളും വേണ്ടാന്ന് വെച്ചത്. കരയല്ലേ മോളെ, കരയല്ലേ. മണി ഇതിപ്പോ ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ? ഏടത്തി മിണ്ടാണ്ടിരിക്കണ്ടോ? എനിക്കിടെ ആകപ്പാടെ കൊഞ്ചിക്കൽ ഇത്തിരി കൂടുതലാ. പെൺകുട്ടിയാ, നിലത്ത് നിർത്തി പഠിപ്പിക്കേ. കാത് കുത്തുമ്പോ കുട്ടികളൊന്ന് കാര്യം. അതിന് ഇത്ര ആദ്യം വേണോ വിചാര? നാളെ തന്നെ പോവാൻ നോക്ക്. ഓ കരയില്ല. ഓടാ കരയില്ലടാ കുട്ടാ. മിനിയേച്ചി പൂച്ചപ്പഴം പറിച്ച ശ്രീകുട്ടിക്ക് ചോര നിന്നിട്ടില്ലല്ലോ. ഇവിടെ നാളെ തട്ടേ ഇത് ചോര നിൽക്കണില്ലല്ലോ. ഞരമ്പ് പോലും മാറിയിട്ടുണ്ടാവും. ഞരമ്പോ? ഞാൻ ആദ്യമായിട്ടൊന്നല്ല കാത് കുത്തണത്. പിന്നെ ചോര നിൽക്കണില്ലല്ലോ. ഡോക്ടർമാരെയും വിളിക്കണോ? എന്തിന്? ചോര എങ്ങനെ പോയാലോ? പഴയ കാലമൊന്നുമല്ലേ. എന്റെ വിദ്യാര, മനുഷ്യന്റെ ചെവിയാ തുളയ്ക്കണേ. കുറച്ച് ചോര വരും. ഒരു തുള്ളി ചോര പോയ ചാവൊന്നുമില്ല. നിങ്ങളുടെ കരുനാക്കൊണ്ട് വേണ്ടാത്ത വർത്താനം പറയാൻ നിൽക്കണ്ട. പോയേ, പൈസ കിട്ടില്ലേ? ഇങ്ങനെ എല്ലാം ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ കുറെ കഷ്ടാണേ. ഈ അവയവങ്ങൾ തുളച്ച ആഭരണം ഇടുന്ന പരിഷ്കാരം ആര് കണ്ടുപിടിച്ചാണാവും? ഇപ്പൊ വേദന കുറവുണ്ടോ എന്റെ കുട്ടിക്ക്? എന്റെ കാതുകുത്തിയത് കാര്യമുള്ളോണ്ടാ. ഒട്ടും വേദന ഉണ്ടാവില്ല. കടുകോളം ചോര വന്നുള്ളൂ. എന്റെ ചെവിയില് ഭസ്മല്ല, പാമ്പുമേക്കാട്ടിന്ന് കൊണ്ട മഞ്ഞപ്പൊടി ആട്ടത്. അമ്മയടുത്ത് പറഞ്ഞിട്ട് ഞാൻ ലക്ഷം മഞ്ഞപ്പൊടി കൊടുത്തട്ടെ? വേണ്ട, എല്ലാം കൂടെ കൊളാക്കണ്ട. ഇപ്പൊ വേദനയൊക്കെ മാറിയില്ലേ? എല്ലിയുടെ ചുട്ടിൽ നിറയെ പൂക്കളുണ്ട്. നമുക്ക് മാല ഓർക്കാം. വേണ്ട, ഇപ്പൊ പൂമാലയൊന്നും വേണ്ട. നീ പോയിരുന്ന 4 അക്ഷരം പഠിക്ക്. തവണ ഗവൺമെന്റ് പരീക്ഷ നല്ല മാർക്ക് വാങ്ങിച്ച് പരീക്ഷ പാസ്സായില്ലെങ്കിൽ അമ്മയെ പോലെ കുടം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ആ കാലമൊക്കെ പോയി. ഓ പിന്നെ അവളിപ്പോ പഠിച്ച് പെരപ്പുറത്ത് കയറാൻ പോവല്ലേ. നമ്മളെ കാപ്പി കാപ്പി പിടിച്ചോ. അത് നീ കുടിച്ചോ, അവക്ക് വേറെ കൊടുക്കാം. ഡീ അപ്പുറത്തേക്ക് വന്ന ഒരു ഗ്ലാസ് കാപ്പി തരാം. എനിക്ക് വേണ്ട. തൊള്ളയുടെ ഓങ്കാരം മുഴുവൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആകെപ്പാടെ സഹായത്തിന് അവളേ ഉള്ളൂ. അടുക്കള എന്തെങ്കിലും എടുക്കാനും ശ്രീകുട്ടി കൂട്ടിനും ഒക്കെ അവളേ ഉള്ളൂ. പാവം. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാനും പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ മുഴുവൻ ഉറുമ്പാണല്ലോ. ഉറുമ്പോ? എവിടെ? ഉറുമ്പല്ല, കാപ്പിപ്പൊടിയാ. ആ, കുടുംബത്തൊരു പെണ്ണ് വേണമെന്ന് ഒരു പെൺകുട്ടി ഉള്ളത് വളർന്നു വരികയാണെന്നുള്ള വിചാരം ഉണ്ടോ നിനക്ക്? ദേവേനി മരിച്ചിട്ട് കൊല്ലം 5 ആയി. എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയാനാ പാവം. ഇനി 3-4 കൊല്ലം കൂടി കഴിഞ്ഞാ ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നിനക്ക് കഴിയോ? എന്താ ഒന്നും മിണ്ടാത്തെ? ആ കാര്യം പറയുമ്പോ നാക്കില്ല, ചെവിയും കേക്കില്ല. ഞാൻ എന്താ പറയണ്ടേ? ശ്രീകുട്ടി, അടുക്കളയിൽ അമ്മായി ഇന്നലെ കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് ഇരിക്കണുണ്ട്. മോളെടുത്ത് തിന്നോ. ആ, എന്നാ ചെന്ന് പല്ല് തേക്ക്. അച്ഛൻ തേപ്പിച്ചരാ. ആ കുന്നംകുളത്ത് പറഞ്ഞ കുട്ടിയില്ലേ, നല്ല പെൺകുട്ടിയാ. നമുക്കൊന്ന് പോയി കാണാടാ. വേണ്ട, എനിക്ക് പേടിയാ. പെണ്ണ് കാണണതോ? അതല്ല. പിന്നെന്താ? സർപ്പകോപം അല്ലേ? വെറുതെ എന്തിനാ ഒരു പെൺകുട്ടി കൂടെ പാമ്പ് പിടിപ്പിച്ച് കൊല്ലിക്കണേ? ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ആലോചിച്ചുണ്ടാക്ക. ആരെ കോപിച്ചേക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മണി, പൊട്ടിച്ചു കളഞ്ഞൊന്നും കൂട്ടിച്ചേർക്കണ്ട. കണ്ടോ, മിണ്ടാണ്ട് പോണോ? വിഷ്ണു ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ ഏറ്റനാവോറ് പാടിയൊഴിക്കുന്നേ. രാപ്പനി മേ പനി ഞെട്ടി പനികളും ഉള്ളവ വീണ കൊണ്ട് പാടിയൊഴിക്കുന്നേ.
ഒരു പാട്ടുകൂടി പാടുള്ളൂ തീ. നേരമില്ല സാറേ, കൂടി ചെന്നിട്ട് വേണം പണിക്ക് പോവാൻ. ഇവിടത്തെ കുട്ടികളുടെ ആയതുകൊണ്ടാ ഇന്ന് തന്നെ വന്നേ. അല്ലെങ്കിൽ ഞായറാഴ്ച പാട്ടിന് പോക്കുള്ളൂ. ദക്ഷിണ കൊടുക്ക കുട്ടാ. ഉവാവൊന്നും വരില്ല. സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും. ദോഷമില്ല. കുറച്ചേരം കൂടി നിന്നാ ഇത്തിരി കഞ്ഞി ഒഴിച്ചിട്ട് പോവാൻ സരോജിനി. അയ്യോ വേണ്ട, നേരില്ല. തേങ്ങ ഉണ്ടെങ്കിൽ ഒരു തേങ്ങ കിട്ടിയ ചമ്മന്തി അരയ്ക്കായിരുന്നു. കുട്ടാ, നാണിയുടെ ഒരു നാളീരം തരാൻ പറയൂ. ആരാ നിനക്ക് കൂട്ട്? ആരുമില്ല. കുറച്ചാളൊരു ചെക്കനുണ്ടായിരുന്നല്ലോ. ഗുരുവായൂരുള്ള എന്റെ ഒരു അമ്മായിയുടെ മോനാ. അവിടെ പഠിക്കില്ല, കളിച്ചു നടക്കാന്നും പറഞ്ഞ് എന്റെ അടുത്ത് ഉണ്ടാക്കി. ഇവിടെ അവനെ 7 തോറ്റു. ഒരു പോത്തനാ. എന്നാലും തുണയ്ക്കൊരു ആൺകുട്ടികൾ നല്ലതല്ലേ? അതില്ലെങ്കിലും സാരില്ല. എന്റെ മോള് മുതിർന്നു വരിക. വെറുതെ എന്തിനാ ഒരു വയ്യാവേലി? അതും ശരിയാ, കാലം നന്നല്ല. നിന്റെ മോള് ഇപ്പൊ എത്രയല്ല പഠിക്കണേ? 10. അവളുടെ അച്ഛൻ എന്തെങ്കിലും കൊടുക്കാൻ അന്വേഷിക്കുകയോ ചെയ്യോ? കണ്ടിട്ടും കൂടി ഇല്ല. എന്റെ മോൾക്ക് അച്ഛനില്ല. ഇവർക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ടോ? കണ്ടാ തോന്നില്ല കേട്ടോ. 2 months later, early in June, after an absence of 15 years, I found myself in London once more, and among the many friends who greeted me on my arrival was the familiar figure of Mr. Gokhale in wholly unfamiliar European garments, and yes, actually an English top hat. I stared at him for... നീ വലിയ പെണ്ണായല്ലോടെ. ശല്യം. അമ്മ കയറി മോളെ വിളമ്പി. മോളുടെ മോളൊരു സുന്ദരി കൊറ. എന്താടോ എന്റെ പഠിക്കലൊരു ചിരിയും കളിയും? ഓ എന്റെ അടുത്ത് വേണ്ട. ഇരിയാത്ത കഷായം എന്താ വേണോ? ഞങ്ങൾക്കും താടേ കൊറേശ്ശെ. ദേ രാവിലെ എന്നെ കൊണ്ട് പുളിച്ച വർത്താനം പറയിക്കല്ലേ. കിട്ടണൊരു ഭാഗ്യവന്മാര്. അവസാനം വല്ല കാക്കയ്ക്കും പരുന്തിനും കൊണ്ടേ കൊടുക്കാതാ മതി. നായിട്ട് തിന്നൂല, പയ്യനിട്ട് തിറ്റൂല. വേണ 50 ഉറുപ്യ മുളകിട്ടൊരു പിടുത്തായിട്ട് പിടിച്ചോണ്ടല്ലോ. വേണ്ട, അതിന് വേണൊരു ഭാഗ്യം. എന്തിനാ ചൈലി പാവം പക്ഷികളെ വെടിവെച്ചല്ലേ? തിന്നാൻ. അയ്യേ, പക്ഷികളെ തിന്നേ? ആ, ഈ രാക്ഷസന്മാരെ കഥ കേട്ടില്ല അച്ഛന്റെ മോള്? മനുഷ്യന്മാരിലും ഉണ്ട് രാക്ഷസന്മാര്. അയാള് രാക്ഷസനാ? ആ, എന്താ ചക്കി കുട്ടിയത്? കുട്ടി പേടിച്ചു പോയല്ലോ. കേക്കില്ലേ? പതുക്കെ പതുക്കെ. എവിടെ എന്റെ മോളുടെ കാത് കുത്തിയത്? ഹായ്. ഇനി നല്ലൊരു പച്ചക്കല്ല് വെച്ച കമ്മലും കൂടി ഇടുമ്പോ എന്റെ കുട്ടിയൊരു സുന്ദരി കുട്ടിയാവും. ഓ വാങ്ങി വെച്ചിട്ട് 2-3 കൊല്ലായി. മീനുക്കുട്ടിയെ, മോളെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം കേട്ടോ. കാത് കുത്തിയതാ, ചിലപ്പോ പനിക്കും. ചേച്ചി, ആ തോക്കം പിടിച്ചുകൊണ്ട ആളില്ലേ, അയാൾ രാക്ഷസനാ. ആരാ പറഞ്ഞതിനോടി നോണയൊക്കെ? നോണല്ല, അച്ഛൻ പറഞ്ഞതാ. മിനിയേ, എവിടെയാ എന്റെ ചെരുപ്പ്? ഒരു സാധനം വെച്ചാ കാണില്ല. ആ അമ്മ ഇപ്പൊ എങ്ങടാ തുള്ളിച്ചാടി? എങ്ങടാന്നോ? പണിക്ക്. ഇത്ര കഴിഞ്ഞിട്ട് പോയാ മതി. അവര് പോയിട്ടില്ല. ആര്? ശ്രീകുട്ടിയുടെ അമ്മായി. പഴിപ്പിക്കാൻ മൂപ്പ് പോരാ, കറിപ്പാക.
ഒരെണ്ണം കൂടി വെട്ടിക്കോ, അല്ലെങ്കിൽ അടുത്തവണ വരുമ്പോഴേക്കും കരക്കാരുണ്ടായി തിന്നും. ആര്? മണിയേട്ടനാ? ഒരു തേങ്ങയുടെ ചിരട്ട ചോദിച്ചാൽ തരാത്ത ആളാ, എന്നിട്ടല്ലേ കൊല. അതെ, ചോദിക്കേണ്ടവര് ചോദിക്കണം. ചന്തിയും കുടവാട്ടി ചിലര് ചിരിച്ചു കാട്ടിയാലേ ചങ്ക് പറിച്ചു കൊടുക്കും. ആ സരോജിനിയുടെ കാര്യ പറയണേ. ആരും ഇവിടെ സരോജിനിയാ? ഏയ്, അവൾ അത്ര കാര്യമൊന്നല്ല. അയ്യപ്പ, എനിക്കറിയണ പോലെ നിനക്കറിയില്ലല്ലോ. ദേ ഇത്രയുള്ളപ്പോ മുതൽ എനിക്കറിയാം. മൂക്കട്ടെ ഒലിപ്പിച്ച് നടക്കുന്ന പ്രായത്തിൽ തന്നെ അവളുടെ വാലുമേ തൂങ്ങിയാലേ എന്റെ അനിയന് സുഖമുള്ളൂ. അച്ഛനുള്ള കാലത്ത് വൈകുന്നേരം ഒരു മിഠായിയോ ഒരു ഉണ്ണിയപ്പോ കൊണ്ടുവന്നാ അത് തിന്നാതെ എടുത്തു വയ്ക്കും അവൾക്ക് കൊടുക്കാൻ. എന്നിട്ടോ ഞങ്ങളോട് ഗുസ്തി. അവസാനം തലയെ കുടുങ്ങാണ്ട് രക്ഷപ്പെട്ടതേ അച്ഛന്റെ അടിയുടെ ചൂടുണ്ടാ. എന്നിട്ട് അച്ഛൻ തന്നെ രാമൻപിള്ളനെ വിളിപ്പിച്ച് കാശും കൊടുത്ത് 16 വയസ്സിൽ കല്യാണവും കഴിപ്പിച്ചു. എന്നിട്ടോ 3 മാസം തികച്ചു പൊറപ്പിച്ചു അയാളെ. അത് അവനൊരു വെടംകുരങ്ങായിരുന്നേ. എടാ, അവക്ക് പല സേവകളുണ്ട്. സർപ്പം, നാഗേക്ഷി, ഗുളിയൻ. കണ്ടിട്ടില്ലേ അവളുടെ വീട്ടിനുമർത്ത് പാലച്ചോട്ടിൽ വെച്ചിരിക്കണത്? മണിയുടെ ഭാര്യ വേഷം തൊട്ടല്ലേ മരിച്ചത്? എങ്ങനെയാ? അത് വെള്ളം കോരിപ്പോ ബക്കറ്റിലും തരുന്നല്ലേ? അത് ഇവളുടെ പ്രാർത്ഥനയാ. തല തല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചതാ. ഇപ്പൊ പിന്നെയും കീരിയെ വളഞ്ഞേക്കണ പോലെ വളഞ്ഞേക്ക. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു നീ കണ്ടോ? ക്ലീൻ ചെയ്യേണ്ടി വരും. എത്ര റുപ്യാവും? ഒരു 55 റുപ്യ. വേണ്ട, ഇങ്ങോട്ട് തന്നേക്ക്. ക്ലീൻ ചെയ്താൽ ശരിയാവും. വേണ്ടെന്നേ, 4-5 മാസം മുമ്പ് ഒരു 55 രൂപ തന്നതാ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതിലും ഭേദം ഒരു പുതിയ വാച്ച് വാങ്ങുക. ഒരു 500 റുപ്യ കൊടുത്താൽ നല്ല ക്വാർട്സ് കിട്ടും. പുതിയ വാച്ചൊക്കെ എന്തിനു കൊള്ളാം? ലാസ്റ്റ് ചെയ്യില്ല. 1 കൊല്ലം, കൂടിയ 2, പിന്നെ ചുണ്ണാമ്പിട്ട് വെക്കാം. എന്നാലും ഇങ്ങനെ നന്നാക്കി കാശ് കളയണ്ടല്ലോ. ടൈമും കറക്റ്റ്. ബാലടാ, ഇങ്ങനെ പോയാൽ എങ്ങനെയാ? എന്തേ? പണിയില്ലെന്നേ. ഇപ്പൊ എല്ലാവർക്കും കോട്സ്. അതിങ്ങനെ കണ്ണുപൊട്ടണ തരത്തിൽ ഇറങ്ങിയില്ലേ ഡെയിലി. കാലം പോയ പോക്കെ. വേറെ പണി അറിയില്ല. ഒരു വഴിയുണ്ട്. എന്താ? ഇത് തന്നെ. നിങ്ങൾക്ക് പിടി മത്സരിരുന്നാ മതി. കെട്ടിയുള്ള മക്കളും പണിയെടുത്ത് കൊണ്ട് തരും. എനിക്കോ? ഞാൻ ഒറ്റയാ. ഒരു പെൺകുട്ടിയെ വളർന്നു വരണേ. എനിക്കോ 3 പെൺകുട്ടികള്. എടാ, പണിയില്ലാന്ന് ചാകാൻ പറ്റുമോ? പണിയെടുക്കാൻ മടിയുള്ള ആളൊന്നുമല്ല. നാട്ടുകാർക്ക് ഇപ്പൊ ഓട്ടുപാത്രം വേണ്ട, ഓട്ടുരുളി വേണ്ട, ഓട്ടുവിളക്ക് വേണ്ട. പടക്കുന്ന കമ്പനി ചരക്കുകൾ ചവറ് പോലെയാ. പുരോഗമനമല്ലേ? ഇപ്പൊ മൂശാരി ഒരു ഓട്ടപാത്രം. ആ ശാരദ വന്നിട്ട് പോയില്ലേ? ആ അടുക്കള വാതിലിന്റെ സാക്ഷി ഒന്ന് മാറ്റണം കേട്ടോ. ഒന്ന് ആഞ്ഞു തള്ളിയാ തുറക്കാം. ഞാനൊരു 3 കായക്കൊല വെട്ടിട്ടുണ്ട് കേട്ടാ. 3 ഒരെണ്ണം മതി എന്നല്ലേ പറഞ്ഞത്? നല്ല വില കിട്ടണ കായ. എന്നിട്ട് എവിടെ? അയ്യപ്പൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിക്ക. പിന്നെ ഇതൊക്കെ നെന്മാറെ കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ. അതിന് നിനക്ക് ചെയ്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കണമെങ്കിൽ നീ വീട്ടിലേക്ക് വരെ ഒരു കത്തിടേ ചെയ്യാം. ഏത് കാര്യം? അത് മറന്നോ? എടാ, കുന്നംകുളത്തെ ആ കുട്ടിയുടെ കാര്യം. എന്റെ ബാലകൃഷ്ണ, നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. കണ്ട പുള്ളോത്തി പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാണ്ട് മാനം മര്യാദയ്ക്ക് ഒരു കുടുംബമായിട്ട് കഴിയാൻ പറ. അതിന് നിനക്ക് വീടി വലിക്കാൻ തന്നെ നേരമില്ലല്ലോ. ഞാൻ പോട്ടെ. സമയം എന്തായി? ഇതെല്ലാം ചത്തിരിക്കുകയാണല്ലോ. 12 ആവണം. അയ്യോ, 12:15 വണ്ടി ഉണ്ട്. പണി ശാരദ പറഞ്ഞോണ്ട് പറയാ, ഒരിക്കൽ ഒരു തെറ്റ് പറ്റി. ഇനി അവക്കൊരാശ കൊടുക്കരുത്. കൊടുത്താൽ അത് നടക്കണം. സരോജിനി, എടി സരോജിനിയേ,
എടി എന്താടി ഇത്? നീ ഈ ലോകത്തൊന്നും അല്ലേ? ഹേയ്, ഞാൻ ചില കാര്യങ്ങൾ ആലോചിച്ച്. ഇങ്ങനെ ആലോചിച്ച് തീരും നിന്റെ ജീവിതം. എന്തൊക്കെ വൃത്തികേടാ പറഞ്ഞെന്നറിയോ? നിനക്ക് മാഷോട് പറയായിരുന്നില്ലേ? എനിക്ക് പേടിയാ, അതൊരസത്താ. നാളെ കാണാം. ചേച്ചി നാളെ വരുമ്പോ പുളിയുണ്ടാവണം. ആ കൊണ്ടുവരാം. ചേച്ചി രാക്ഷസനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ എവിടെയാ രാക്ഷസൻ? രാക്ഷസന്മാരൊക്കെ പണ്ടാ. അപ്പന്റെ അച്ഛൻ പറഞ്ഞതോ? ഓ അതോ, അത് കുട്ടിയെ പറ്റിക്കാൻ. അല്ല സത്യ, രാക്ഷസന്മാരല്ലേ പക്ഷികളെയും മനുഷ്യരെയൊക്കെ കൊന്നു തിന്നത്. അപ്പൊ അയാളും രാക്ഷസനാ. ആ ഒരു കണക്കിന് അയാൾ രാക്ഷസൻ തന്നെയാ. അയാളെ നമ്മളെയും കൊന്നു തിന്നോ? തിന്നുമായിരിക്കും. ഞാനെന്തിനാ എന്റെ മക്കളെ പഠിപ്പിച്ച? അതാ ഒരു തമാശക്ക് കുട്ടികളെടുത്താ തമാശ. നിന്നോടാ തോക്കുംകൊണ്ട് നമ്മളെ വെടിവെച്ച നമ്മൾ ചാവു വെച്ചാ? മിൻചേച്ചി പറഞ്ഞ ചാവുന്ന്. എന്തിനാടി എന്റെ മോളെ പറഞ്ഞ് പഠിപ്പിക്കണേ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അച്ഛന് പേടില്ല അയാളെ? ഇരുട്ടതിന് മുമ്പ് പോയിക്കോടി. കൂട്ടത്തിൽ അരപ്പ് കൂട്ടിട്ട് പോവാം. അരപ്പൊക്കെ ഞാൻ കൂട്ടിക്കോളാം, നീ പൊയ്ക്കോ. ഇടവഴി കൂടെ പോകാനുള്ളതാ. എനിക്ക് പേടിയൊന്നുമില്ല, ചെറിയനെ പോലെ. എനിക്കെന്താ പേടി? എനിക്കൊരു പേടിയില്ല. എനിക്കറിയാം, അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്ത്? എല്ലാം. എന്നോട് കൂറുള്ള നാത്തുമാരുണ്ടെങ്കിൽ എനിക്ക് എന്തായി തിരിച്ചായിന്റെ ഞാൻ ചെല്ലി അമ്മ നോക്കി നോക്കി കണ്ട്. ഇതെന്താ പകലും ടോർച്ചടിച്ചാ നടക്കണേ? വേണ്ട വേണ്ട, പൊയ്ക്കോ, ഞാൻ പതുക്കുള്ളൂ, നേരം തെറ്റണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനാ ഓടി വന്നത്. ശാരദടുത്ത് എന്തിനാ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണേ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സ്നേഹിച്ചു, അങ്ങനെ ഒരു തെറ്റ് പറ്റി, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തില്. എന്നുവെച്ചാൽ ആരുടെയും വഴി മുടക്കിയിട്ടില്ല. ഓ അതൊന്നും കാര്യാക്കണ്ട. എല്ലാരോടും പറഞ്ഞോട്ടെ, എന്റെ മോളോട് ഇതൊക്കെ പറയണോ? അവൾ എന്നെ ചീത്ത. വല്ലപ്പോഴും ഇങ്ങനൊരു വാക്ക് മിണ്ടൂന്നല്ലാണ്ട് മണിയേട്ടന്റെ വീട്ടിൽ പോലും ഞാൻ വരാറുണ്ടോ? എന്നിട്ട് ഞാൻ പിന്നെയും വട്ടം കറക്കാത്രേ. മണിയേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഏടത്തിന്റെ സ്വഭാവം അറിയാലോ. എന്നെ എടുത്തിക്കും അറിയാലോ. കിട്ടാത്തത് കിട്ടുന്ന മോഹമില്ല, വിഷമമില്ല. ഞാനെന്തിനാ വിഷമിക്കണേ? ഈ ജീവിതം മുഴുവൻ ഓർത്തോർത്ത് കഴിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ.
ഈ ഇടവഴി കളിച്ചു നടന്നതും വളർന്നതും ഒരുമിച്ച് സ്കൂളിൽ പോയതും പിന്നെ കള്ളന്മാരെ പോലെ പതുങ്ങി നിന്ന് എന്നെ പിച്ച് മാന്തും ഇപ്പോ ഇതുപോലെ ഇടയ്ക്കൊന്ന് കാണുമ്പോ ഒന്ന് ചിരിക്കുക, ഒരു വാക്ക് മിണ്ടുക, അത്രയൊക്കെ മതി എനിക്ക്. അല്ലാണ്ട് വിഷമിക്കൊന്നും വേണ്ട, സാരല്ല. സരോജം, എനിക്കും അത്രയൊക്കെ മതി ഇനിയുള്ള കാലം. വല്ല അരണയോ എന്തോ ആയിരിക്കും. അരണയ്ക്ക് പച്ച നിറാണോ? ഞാൻ ശരിക്കും കണ്ടുവന്നേ. കയറി പിടിച്ചിരുന്നെങ്കിലോ? പച്ചലപ്പാമ്പല്ലേ, കടിച്ചാലും വിഷം ഉണ്ടാവില്ല. പച്ചിലപ്പാമ്പാലും പാമ്പ് പാമ്പനല്ലേ. പരീക്ഷത്തിന് തക്ഷയം കടിച്ചെങ്ങനെയാ? ഒരു പുഴുവായിട്ട് വന്നാ. എന്റെ ഭാര്യ വിഷം തൊട്ടത് കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോഴാ. വെള്ളത്തിൽ മൂർക്കും മണലിയൊന്നും ഉണ്ടാവില്ലോ, ബക്കറ്റിൽ കയറിയതാ. അന്ന് ഈ ബാലേട്ടനൊക്കെ പറഞ്ഞു നീർക്കൊല്ലി ഇട വിഷം ഉണ്ടാവില്ലെന്ന്. എന്നിട്ടോ നേരത്തോട് നേരം എന്നാ തൊട്ടടുത്തിന്റെ മോളിരുന്ന് കളിക്കുക. 2 വയസ്സാ. അവളെ കാലമ്മ കൂടെ അഴിഞ്ഞു പോയത്. തൊട്ടില്ലല്ലോ. അതെന്താ? എന്നോടാ പക, എന്നെ എണ്ണ പിടിക്കണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇവന്റെ അന്ധവിശ്വാസം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാം കൂടി ഒരു പാമ്പിനെ എറിഞ്ഞു കൊന്നു. അങ്ങനെ എത്രയോ പാമ്പിനെ നമ്മൾ കൊല്ലണു. ഇത് അങ്ങനത്തെ പാമ്പാണോ? എണപ്പാമ്പുകളാ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വരുമ്പോഴാ. ഈ ബാലേട്ടൻ ഞങ്ങളുടെ പിള്ളേർ സെറ്റ് എല്ലാരും ഉണ്ട്. ഞങ്ങളുടെ ഇടവഴിയില് 2 പാമ്പുകളാണ് ചേർന്നു. നല്ല അസല് മൂർഖൻ. ഞങ്ങള് കല്ലെടുത്ത് കയറി തുടങ്ങി. ഒന്നിന്റെ തലയ്ക്ക് എന്നെ കൊണ്ടു. സാധനം ചത്തു. എണപ്പാമ്പ് ഞങ്ങളെ നേരെ ഒരൊറ്റ വരവാ. രമേ എങ്ങനെ ഓടി രക്ഷപ്പെട്ടു എന്ന് ഈശ്വരന്മാർക്ക് മാത്രമേ. സംഗതിയൊക്കെ നേരാ. എന്ന് വെച്ചാൽ ഇപ്പോഴും ആ പാമ്പ് പകയും കൊണ്ട് കിടക്കാന്ന് പറഞ്ഞ പക ഇല്ലാണ്ടിരിക്കുവോ? എണപ്പാമ്പിനെ കൊന്നത് അന്നേ രാമമുള്ളവൻ പറഞ്ഞു കടുങ്കയ്യാ ചെയ്തേ അനുഭവിക്കുന്നു. അനുഭവിച്ചില്ലേ? പറഞ്ഞ പോലെ ശരിയായിരിക്കട്ടോ, പാമ്പിന് പകയുണ്ട്. വിവരം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇടാ മണി, എന്റെ കെട്ടിയുള്ള പാമ്പ് കടിക്കണ്ടേ? ഞാനുണ്ടായിരുന്നല്ലോ എറിയാൻ. അത് നിങ്ങളുടെ കല്ല് കൊണ്ടിട്ടുണ്ടാവില്ല, കൊണ്ടത് എന്റെ കല്ലായിരിക്കും. ആ പാമ്പൊക്കെ ചത്ത് മണ്ണടിഞ്ഞിട്ടുണ്ടാവും. എന്റെ ബാലേട്ട, പാമ്പിന് മനുഷ്യന്റെ ആയുസാ. എന്റെ ദേവനെ കൊത്തിയത് ആ ഇണപ്പാമ്പാ. അത് ഇപ്പോഴും ഞങ്ങളുടെ ഇടവഴിയിലുണ്ട്. ഇന്ന് നേരത്തെ ആണല്ലോ. മീനിക്കുട്ടിയില്ല അവിടെ? സരോജിനി ഇവിടെ ഇല്ല. എന്തേലും പറയണോ? വേണ്ട.
എന്താ അവിടെ? വീട്ടിന് അമ്മർത്താണോ കളി? അപ്പുറത്തെങ്ങനെ പോയി കളിച്ചേ? എന്നാ ഇനി അത് വേണ്ട. കളിയും തുള്ളലും. രണ്ടാളും പോയി 4 അക്ഷരം വായിക്കേ. ചെല്ല്. ദേവനി, ആരാടെ വീട്ടിലൊരു വിരുന്നുകാരൻ? കാർത്തിട്ടാണോ? എങ്കിൽ പട്ടാമ്പിയിലെ അമ്മാമ്മയുടെ മോന്റെ മോനാ സുഗുണൻ. അതല്ല, ഇത് വെളുത്തൊരു കോന്തൻ. വെളുത്തിട്ടോ? ആ, എനിക്കറിയില്ല. ഇപ്പൊ പോയ ബസ് കിട്ടുമെന്നാ ഞാൻ ആലോചിക്കണേ. ബസ് കിട്ടും. എന്നാ ഞാനിപ്പോ പോവാല്ലേ? സരോജിനി ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞാ മതി. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. എന്റെ കാര്യം ഞാൻ പറഞ്ഞു. ചെറുപ്പം മുതലുള്ള എന്റെ ഒരു ആശയാ. തങ്കപ്പേട്ടൻ കെട്ടിന്ന് കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ വരാൻ പോയതാ. പിന്നെ എന്ത് പറ്റി? അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു നായരായിട്ട് ബന്ധമുണ്ട്. അതിന്റെ ഇടയില് അപ്പൊ ഇപ്പോഴോ? അച്ഛൻ മരിച്ചു. അതല്ല, ഇപ്പൊ നായരായിട്ട് ബന്ധമില്ലെന്നാ? 2 കുട്ടികളെയും തള്ളയും വഴിയാധാരാക്കാണ്ട് വഴക്കും പിണക്കൊക്കെ കളഞ്ഞ് അവളെ വിളിച്ചോണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും. ഒത്തു പോവാൻ പറ്റുന്നില്ല സരോജിനി. പറ്റണില്ലെങ്കിൽ വേണ്ട. പക്ഷെ മേലാൽ ഈ ഒരു കാര്യം പറഞ്ഞ് പടി ചവിട്ടരുത്. ഇപ്പൊ കാണിച്ച മര്യാദ കിട്ടില്ല. സരോജിനി, ആരാ മേള്? എന്തോ മുള്ളിപ്പത്തരച്ച ബന്ധമൊക്കെ പറയണ്ട്. അറിയില്ല. സുരേഷൻ 3-4 പ്രാവശ്യം ചോദിച്ചു ആരാ എന്താന്നൊക്കെ. നീ എന്ത് പറഞ്ഞു? ഞാനെന്താ പറയാ, ഞാൻ പോകുമ്പോ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനു ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഒരു നദിയോ അല്ലെങ്കിൽ ഒരു പുഴയോ അതുമല്ലെങ്കിൽ ഒരു കുളമോ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 44 നദികൾ കേരളത്തിൽ ഉണ്ട്. ഭാരതപ്പുഴ, ചാലിയാർ, പെരിയാർ, മൂവാറ്റുപുഴ, പമ്പ എന്നിവ ചില പ്രധാനപ്പെട്ട നദികളാണ്. നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഭാരതപ്പുഴ. പുസ്തകം നോക്കി വായിക്കുമ്പോളെ. നദിയാണ് ഭാരതപ്പുഴ. ധാരാളം നദികളുള്ള സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനു ചുറ്റും ഒന്ന് നീ ഇടപെടിയാണോ? അതെ. നദിയോ അല്ലെങ്കിൽ അവിടെ വീട്ടില് മീനിക്കുട്ടി കണ്ടോ? ഇല്ല. എന്തേ? അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നോക്കിയില്ല. എന്തേ പോയി നോക്കണോ? ഓ ആ അയ്യപ്പാ, അല്ല നീ ഒരു കാര്യം ചെയ്യ്. നീ ഇവിടെ കുറച്ചു നേരം ഇരിക്കും. എനിക്ക് ഒരു തലവേദന, ഇത്തിരി അമൃതാഞ്ജനം വാങ്ങണം. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അല്ല ഞാൻ പോ, എനിക്കൊരാളെ കാണാനുണ്ട്. അന്ത്യായ പുറത്തിറങ്ങാത്ത ആളാണല്ലോ. മോളെ, വേഗം പഠിച്ചു കഴിഞ്ഞാ അയ്യപ്പേണ്ട ഒരു പാട്ട് പാടിത്തരാം. പടി. ഒരു പുഴയോ അതുമല്ലെങ്കിൽ ഒരു കുളമോ എന്താ മണിയേട്ടാ? എന്റെ കാലിലെന്തോ കടിച്ചു. ഇത് മണ്ണാർശാല ദേവി എവിടെ? ദാഹിക്കാല്ലേ? എന്റെ ഈശ്വര.
ചോരൊന്നും പൊടിഞ്ഞു കാണില്ലല്ലോ. ഇല്ലേ? നല്ല വേദന ഉണ്ട്, നല്ല എവിടെ? കട്ട് കഴപ്പുണ്ട്. നോക്കട്ടെ നോക്കട്ടെ. മുള്ള, തൊട്ടവാടര മുള്ള. ദേ കണ്ടോ? ഞാൻ പേടിച്ചു. ഈ ചെറിയച്ഛൻ്റെ ഒരു പേടി. എന്തോ എന്റെ കാലിൽ മുട്ടി നല്ല വഴുവഴാന്ന്. പിന്നെ ഒന്നുമില്ല, തോന്നണതാ. അല്ല, തോന്നിയത് ഒന്നുമല്ല. നോക്കട്ടെ. ഏയ് ഒന്നുമില്ല കേട്ടോ. അമ്മ എന്ത് വൃത്തിയുടെ കാട്ടണേ? മുറ്റം മുഴുവൻ തുപ്പിച്ചൊപ്പിച്ചു. നല്ല ശേലുണ്ട് കാണാൻ. ഓ, നീ ഒരു സുന്ദരിക്കോത. ഇത്തിരി വെളുപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ച് കളിയാക്കണ്ടടി. കറുപ്പിന് 7 അഴകാ. മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കണ ഒരു വേഷം കെട്ടല്. മനുഷ്യന്മാര് കാണണ്ട, കാണണ്ടവര് കണ്ടാ മതി. എനിക്കറിയാം ആരപ്പോ കാണണ്ടോരെന്നൊക്കെ. ആരാ? അങ്ങനെ ഇപ്പൊ കേട്ട് സൂഹിക്കണ്ട. 16 വയസ്സാന്നാ വിചാരം. പിന്നെ ഞാനെന്താടി മുതുക്കിയ? നീ പോത്തുപോലെ വളർന്നു പോയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനിപ്പോഴും കൊച്ചു പെണ്ണാ. അയ്യടാ, ഒരു പാവാടിയും ബ്ലൗസും കൂടി ഇട്, അല്ലെങ്കിൽ ഒരു ചുരിദാർ. ഇടൂടി, ഞാനതൊക്കെ ഇടും. നീ കണ്ടോ? ആരവിടെ? എന്താ ഭാസ്കര? ഒരു കുറുന്തോട്ടി. കുറുന്തോട്ടി നോക്കുമ്പോ സൂക്ഷിക്കണേ, ചിലപ്പോ തിളച്ച വെള്ളം മോന്തയ്ക്ക് വീഴും. എപ്പോഴും കാമണിക്കൂർ ഫാസ്റ്റാ, അല്ലെങ്കിൽ സ്ലോ. അപ്പൊ കടലിലേക്ക് കൊണ്ടുവരായിരുന്നില്ലേ? ടൂൾസ് ഒക്കെ അവിടെ അല്ലേ? ഇനി അത് നന്നാക്കണ്ട. ഇപ്പൊ ഒരു 100 പ്രാവശ്യം നന്നാക്കണു. അത് ശരിയാവില്ല. ഇത് നല്ല വാച്ചാടി, പഴയ സീക്കോ. സാറില്ല, പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചാ ഒരു പുതിയ വാച്ച് വാങ്ങിച്ചരാം. കീ കൊടുക്കുന്നത് വേണ്ട, ക്വാർട്സ് മതി, ഗോൾഡ് കളറ്. കോട്സ് ഒന്നും കേടായ നന്നാക്കാൻ പറ്റില്ല. ശരി, കോട്സ് എങ്കിൽ കോട്സ്. ഇപ്പൊ ഇത് കെട്ടിക്കോ, ഒരു ഭംഗിക്ക്. നാളെ ഉച്ചയ്ക്ക് ഉണ്ടാൻ വിടുമ്പോ കടലിലേക്ക് കൊണ്ടുവന്നാ മതി, നന്നാക്കി തരാം. നേരെ ഇട്ടാ നീ പൊയ്ക്കോ. വേണ്ട വേണ്ട, ഇനി നാളെ.
ഇടവഴിയിലൊക്കെ നല്ല ഇരുട്ടായിരിക്കും. ഇവിടെ ഒരു മെഴുകുതിരി ഉണ്ടായിരുന്നല്ലോ. എനിക്ക് മെഴുകുതിരിയൊന്നും വേണ്ട. ഇത്തിരി വെളിച്ചുണ്ടായാലും എന്താ കുഴപ്പം? ഏഴജാതിയിലുണ്ടാവും ഇടവഴിയിലേ. പോട്ടെ. സൂക്ഷിച്ചു പോയാൽ മതിട്ടാ. അപ്പോ മോളുടെ മിനിയമ്മോടെ ഒറ്റയ്ക്കായി പോവില്ലേ? നമുക്ക് ഇവിടെ താമസിക്കണം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. നല്ല അച്ഛൻ. അപ്പൊ ഞാനും മിനിച്ചേച്ചിയും അച്ഛനും മിനിയമ്മയും നമ്മളെല്ലാരും കൂടി ഇവിടെ എന്ത് രസമായിരിക്കും അച്ഛാ. ഈ ഉരുളും കൂടി മീനുണ്ട് എന്റെ ഉള്ളിൽ. ഇനി ഒരു ഉരുളയും കൂടെ ഉണ്ടാ വയനാറി എരിയുണ്ട്. വെള്ളം കൂടി. മോളെ ശ്രീകുട്ടി, മിനിയമ്മ കൈയും പായും കഴിയിട്ട് പോയാൽ മതി. മണിയേട്ട മിനിയോ അങ്ങോട്ട് വന്നല്ലോ. എപ്പോ? വിളക്ക് വെച്ചോടനെ ഞാൻ അവിടെ പറഞ്ഞു വിട്ടല്ലോ. എന്റെ ഈശ്വര, എന്നിട്ട് അങ്ങോട്ട് എത്തിയില്ലല്ലോ. എത്തിയില്ലേ? പിന്നെ എങ്ങോട്ടാ പോയേ? ഞാൻ വിചാരിച്ചു ഇവിടെ ശ്രീകുട്ടിയായിട്ട് വല്ല കഥയും പറഞ്ഞിരിക്കണ്ടാവുന്ന്. ഞാൻ എവിടെ പോയി അന്വേഷിക്കും? സരോജം, അവളാ വാര്യത്തോ മോമാരുടെ വീട്ടിലോ പോയിട്ടുണ്ടാവും. വല്ല പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ. എനിക്കറിയില്ല എന്റെ ഈശ്വര. സരോജം, നീ വിഷമിക്കാണ്ടിരിക്കേ. അവളിപ്പോ വീട്ടിലെത്തിണ്ടാവും. അങ്ങനെയൊന്നും എന്നോട് പറയാണ്ട് എങ്ങോട്ട് പോവില്ല അവള്. നീ കരയാണ്ടിരിക്കേ. ആരാടത്? ഗോപയാണോടാ? ആ കബീറ വന്നവിടെ നിന്നാ. സരോജനയുടെ മോള് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയതാ. എങ്ങനെ പോയ? അതറിയാമെങ്കിൽ പിന്നെ നീ ഇവിടെ അയ്യപ്പനോടും ആ ശാന്തിയോടും ഒന്ന് വേഗം വരാൻ പറയും. അല്ല വിദ്യാര, ഇനിയിപ്പോ വല്ല പ്രേമങ്ങാനും ഉണ്ടായിരുന്നു? അല്ല ഇപ്പോഴത്തെ കാലം. ഒന്ന് പോടോ. കാലം സരോജൻ, നീ ഒന്ന് സമാധാനിക്കേ. അവൾക്കൊന്നും ഉണ്ടാവില്ല. അയ്യപ്പനല്ലേ? അയ്യപ്പനാണോ? അതെ. വിവരം വല്ലതുണ്ടോ? ഇല്ല. നിങ്ങൾ ഏത് വഴിക്കാ? ഞങ്ങൾ പുഴയിലേക്കൊന്ന് ഇറങ്ങാം. നിങ്ങൾ ആ വഴി പോകുമ്പോ അമ്പലക്കുളത്തിലൊന്ന് ഇറങ്ങി നോക്കിക്കോട്ടോ. ഓ മണിയേട്ടാ, നിങ്ങൾ ബേജാറാവണ്ടിരി. എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അച്ഛനെ തേടി അവള് പോയെന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും നേരം വെളുത്തിട്ടൊന്ന് പോയി അന്വേഷിച്ചു നോക്കാം. അതിനിപ്പോ അയാൾ ഉണ്ടോ ഇല്ലേ എവിടെയാന്ന് ആർക്കറിയാ? എന്തെങ്കിലും വിവരം കിട്ടിയോ? എവിടെ? സരോജിനിയോ? വീട്ടിലേക്ക് പോയി. ഒറ്റയ്ക്കാ? നമ്മുടെ കാർത്തിയാനിയും മൊയ്മദാരിയുടെ ഉമ്മയൊക്കെ കൂടെയുണ്ട്. അവളുടെ നിലവിളി കണ്ടിട്ട് സഹിക്കണില്ല. ഇനിയിപ്പോ തിരക്കാൻ ഒരിടമില്ല. എനിക്ക് തോന്നുന്നത് ഒന്നാലും അവള് സ്വന്തം ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട്.
മണിയേട്ടാ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവൾക്കൊന്നും പറ്റിയുണ്ടാവില്ല. മണിയേട്ടൻ പോയിന്ന് കിടന്നേൻ. ഒന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും നേരം വെളുക്കും. പിന്നെ അവൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും. മിഞ്ചിച്ചി കണ്ടില്ല അച്ഛാ? മോള് കിടന്നോ? അച്ഛാ, മിനിയമ്മല്ലേ? മിനിക്കുട്ടി, മിനിക്കുട്ടി, അച്ഛ മോളെ, നീ എവിടെ മോളെ? മോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ, ഒന്നും വരില്ല. നീ എല്ലാത്തിനും ദൈവമുണ്ട്. നീ വാ മോളെ. വീട്ടിൽ കൊണ്ടാക്കെ. നേരം വെളുത്തോട്ടെ. അച്ഛ, ചിലപ്പോ ആ രാക്ഷസൻ മിഞ്ചേച്ച് കൊന്നുണ്ടാവോ? മോളെ, അച്ഛനവിടെ? എണീറ്റിട്ടില്ല. മണിയേട്ടാ, മണിയേട്ടാ. ആരാ ആരാ? എന്താ മണിയേട്ടാ, ഇനി മിനി അവക്കെന്താ പറ്റി? പോയി മണിയേട്ടാ. അവളെ കൊന്നു. ആരാണ്ടൊക്കെ ചേർന്ന് അവളെ കൊന്നു. ഇന്നലെ മൂപ്പരുടെ വീട്ടിൽ നിന്നാ പോയത്. ആരെങ്കിലും കയറി നോക്കിയോ? അയ്യപ്പൻ കയറി നോക്കി. സരോജിനിയുടെ മോള് തന്നെയാണോ? പാവാട നായ്ക്കള് കടിച്ചു വലിക്കണ ഞാൻ നോക്കിയ. ചുണ്ടൊക്കെ കടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. നായയാണോ മനുഷ്യനാണോ? സരോജിനി വിവരം അറിയിച്ചോ? ഇല്ല, എനിക്ക് വയ്യ. പാവാട നായ്ക്കള് കടിച്ചു വലിക്കണ ഞാനും കണ്ടു. പക്ഷെ സംഗതി അറിയില്ലല്ലോ. കഷ്ടം, 10-15 വയസ്സല്ലേ ഉള്ളൂ. മണി പോലീസ് വന്നിട്ട് കയറിയാ മതി. മണി 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 ബോഡി കൊണ്ടുവന്നു. നീ എന്താ അങ്ങോട്ട് വരാത്തെ? ഇതെന്ത് ഇരിപ്പാടായി ഇരിക്കണേ? അധിക നേരം വെച്ച് താമസിപ്പിക്കണില്ല, ഉടനെ മറവ് ചെയ്യും. അതിനു മുമ്പ് ഒന്ന് കാണണ്ടേ നിനക്ക്? മണി
കാണണ്ട. ഇന്നലെ നേരത്തെ എന്നോട് ചിരിച്ച് വർത്താനം പറഞ്ഞ് എന്റെ കണ്ണിലുണ്ട്. അത് മതി. കാണണ്ട. വേണ്ട. നിങ്ങൾ പൊയ്ക്കോ. അവിടെ ആൾക്കാരുണ്ടാവില്ല. ചെല്ലു. എന്നെയും കൊല്ലുവെച്ച രാക്ഷസൻ സരോജം, ഒന്നും കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ വരാണ്ടിരുന്നത്. പിന്നെ ശ്രീകുട്ടിക്ക് ഈ വഴി വരാൻ സങ്കടം. ഇനി ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? പോയത് പോയി, അത്രേ യോഗമുള്ളൂ. ഒക്കെ സഹിക്കാൻ മണിയണ്ട. എന്റെ മോളെ ഇറച്ചി കഷ്ണം പോലെ കടിച്ചു കയറി. ഈശ്വര, സരോജം, ഒക്കെ വിദ്യ. നമുക്ക് തടുക്കാൻ പറ്റുമോ? ഞാനിനി എന്തിനാ മണിയേട്ടാ ജീവിക്കണേ? വേണ്ടാത്ത ഒന്നും പറയണ്ട. നമുക്ക് ഒരു മോളും കൂടി ഇല്ലേ? അവളെ വളർത്തണ്ടേ നമുക്ക്? സമാധാനിക്ക്. ഇനിയുണ്ട് ജീവിതം. ഞാനുണ്ട് നിനക്ക്. നമുക്കൊരു മോളുണ്ട്. സരോജം, കരയണം എന്തിനാ? ഇനി നീ ഒറ്റയ്ക്കാവില്ല. ഒറ്റയ്ക്കാവില്ല. ആരാ? നമ്മുടെ കമ്പനി പഠിക്കൽ കച്ചവടം ചെയ്യുന്ന ആചാരുടെ ഇളയ മോളാ. 18 വയസ്സ്. അതിനെ കൊന്നതാ? കൊന്നതോ? ആ കുട്ടി 4-5 കൊല്ലമായിട്ട് ക്യാൻസർ പിടിച്ച് കിടപ്പിലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് എന്റെ വാച്ചിനൊരു ഓട്ടം കൂടുതൽ. എടാ പോലീസ്! ഞാൻ കരുതി നിന്നെ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുവാന്ന്. ഒക്കെ ഓരോ കാട്ടിക്കൂട്ടൽ. ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരും ഇടി കുറെ കൊണ്ടു. ഇടിക്കാണ്ട് പിന്നെ കേസ് തെളിയിക്കാൻ പറ്റുമോ? പ്രതികൾ 1-2 അല്ല, 5-8 ആളുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടത്തില്. അന്നൊരു 7 മണിക്ക് ഒരു ചുവന്ന ജീപ്പ് നരിമടക്കുന്നിന്റെ ഭാഗത്തേക്ക് പോണത് കണ്ടവരുണ്ട്. ആര് കണ്ടു? പറഞ്ഞു കേട്ടതാ. പോലീസ് അന്വേഷിക്കല്ലേ? കൊന്നത് ഒരാളാ. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, നിനക്കാരെങ്കിലും സംശയമുണ്ടോ? സംശയമല്ല, സത്യം. അത് പോലീസ് പറയായിരുന്നില്ലേ? പറഞ്ഞല്ലോ. എന്താ കാര്യം? തെളിവുണ്ടോ? പക്ഷേ എനിക്കൊരു തെളിവും വേണ്ട. എനിക്ക് ഉറപ്പാ.
എന്താ വിദ്യാർത്ഥി ഈ വഴി? വീട്ടിൽ നിൽക്കാൻ ഒരു സ്ത്രീയെ കിട്ടുന്ന നോക്കാൻ പോയതാ, മോക്കൊരു കൂട്ടിന്. മോക്ക് മാത്രമാക്കണ എന്തിനാ? തനിക്ക് ഇവിടെ ഒരു കൂട്ടായിക്കൂടെ? നിക്കടാടെ. പോലീസുകാരോട് നിന്റെ പേര് പറഞ്ഞു അല്ലടാ? സത്യല്ലേ? എന്റെ കുട്ടിയെ നീയാ? നീ എന്നെയാ? ആയെ തോന്നിയാസം പറഞ്ഞ കാച്ചിക്കളയും ഞാൻ. അറിയാത്ത കാര്യത്തിന് എന്നെ തലയിൽ വെച്ചിട്ടുണ്ടോ? കൊല്ലും ഞാൻ തന്നെ ഞാൻ. വിടറാ, വിടറാ എന്നെ. വിടറാ. കൊല്ലടാ. വേഗം നടക്കും മോനെ, സ്കൂളിൽ ചെല്ലും മണിയടിക്കും. നാളെ ഞാൻ പോവില്ല. പിന്നെ ഞാൻ എന്നും പോവില്ല. ദേ കുട്ടാ, വെറുതെ അച്ഛൻ്റെ അടുത്ത് അടി മേടിക്കണ്ട കേട്ടോ. സരോജിനേച്ചി, എന്താ ഇത്? ആ ശാരദയോ മക്കൾ ആരെങ്കിലും കണ്ടുവന്നാ തെറിയുടെ പൂരാ. നാളെ ഞാനൊരു ഓലെടുക്കാൻ വന്നിട്ട് എന്റെ അപ്പോ പിന്നെ പറയാത്ത ഒന്നുമില്ല. എനിക്ക് അവരുടെ ഒരു തേങ്ങയും വേണ്ട, ഒരു ഈർക്കില് പോലും വേണ്ട. ഈ പെരയിലിട്ട് നശിപ്പിക്കരുതല്ലോ. ഈ മാസം മണിയേട്ടനെ പോയി കണ്ടിരുന്നു സരോജിനേച്ചിയെ? കണ്ടു. അടുത്ത മാസം വരും മണിയേട്ടൻ. അതാണ് മോത്തൊരു വെട്ടം. മണിയേട്ടൻ വന്നാ പിന്നെ ഒരു ബെല്ല് നടക്കുന്നു. നിങ്ങൾ ഈ പിന്നെ കിടന്ന് വിളിക്കാണ്ട് പോകുന്നുണ്ടോ? ഒരു വീട് വാതിൽ പൊളിച്ച് അകത്ത് കയറിട്ട് മിണ്ടാണ്ടിരിക്കാനോ? എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കാം. എന്തൊക്കെയും നല്ല കാര്യമില്ല അവള് ചെയ്യുന്നത്. നല്ല കാര്യം. എന്നെ അറിയില്ല അവൾക്ക്. അങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ. തന്റെ ഇടം കാട്ടിട്ട് അകത്ത് കയറി ഒളിച്ചിരിക്കണോടി. ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഇറങ്ങി വാടി നാഗേക്ഷി. നിന്റെ അച്ഛൻ സംഭവിച്ച മുതലാണോടി കയറി ഒന്ന് കൈയടക്കാൻ? ശാരദത്തി, എന്റെ മുറ്റത്തൊന്നും ചലക്കരുത്. ചലിക്കൊടി. എന്ത് അധികാരത്തിലാടി നീ എന്റെ വീട്ടിൽ കയറിയത്? എന്ത് അധികാരത്തിലാടി പുതിയ കുറ്റിയും കൊടുത്തിട്ട് പൂട്ടിയത്? അധികാരമുണ്ട്. എന്നോട് പറഞ്ഞിട്ടാ നിങ്ങളുടെ ആങ്ങള. ഏരണം കേട്ടവളെ. എന്റെ ആങ്ങള നിന്റെ ആരാടി? നിന്റെ സംബന്ധക്കാരനോ? അത് നിങ്ങളുടെ ആങ്ങളോട് തന്നെ ചോദിക്കും. കേക്കട്ടെ, നാട്ടുകാരെല്ലാം കേക്കട്ടെ. ഇത്ര എളുപ്പം പോലെ എന്റെ ആങ്ങളായിട്ട് വട്ടം ചുറ്റി അവസാനം ഒരു കൊലപാതകയാക്കി. മതി വായിട്ടലച്ചത്. ഒരു ആങ്ങള പെങ്ങള്. എന്നിട്ടിപ്പോ കൊല്ലം 7 ആയല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ടോ ഈ പെങ്ങള്? ഒരു പെൺകുട്ടിയുള്ളത് അമ്മാമാരുടെ അടുക്കളയിൽ പാത്രം കഴുകുക. ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്നിട്ടിപ്പോ അധികാരം ചോദിച്ചാലോ നിങ്ങൾ ആരാ? മനസ്സിലായില്ല. എന്താ ഉണ്ടാട്ടം മുട്ടിയോ? ചെതലൊന്ന് തീർക്കാണ്ട് ആ വീടൊന്ന് അടിച്ചു വാരിയിട്ടത് ഇത്ര വലിയ കുറ്റമാണെങ്കിൽ നിങ്ങളോണ്ട് കേസ് കൊടുക്ക്. ഇനിയും ഞാനത് ചെയ്യും. 1 മാസം കഴിഞ്ഞ് ആ മനുഷ്യൻ വരും. വരുമ്പോ എന്നെ വിളിച്ച കൂടെ പോയി പൊറുക്കുകയും ചെയ്യും. എന്താ ചെയ്യാന്ന് വെച്ചാ ചെയ്യ്. അത് പറ. അപ്പൊ അതാ നിന്റെ ഉള്ളിലിരിപ്പല്ലേ? കേട്ടോ? എല്ലാരും കേട്ടില്ലേ? അതെ, അത് തന്നെയാ. ഈ പ്രായത്തിനിടയ്ക്ക് ഒരാൾക്കേ ഞാൻ മനസ്സ് കൊടുത്തിട്ടുള്ളൂ. 2-3 മാസം ഒരാളുടെ കൂടെ കഴിഞ്ഞാൽ ശരിയാ.
ഒരു കുട്ടിയുണ്ടായി. ആ മനുഷ്യന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. എന്നെ തൊട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല. അന്ന് മനസ്സിൽ ഒരാളേ ഉള്ളൂ, ഇന്നും അതെ. മരിക്കണതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിനു വേണ്ടിയാ ഞാൻ ജീവിക്കണേ. നടക്കില്ലടി. എന്റെ പേര് ശാരദ നടങ്ങി നടക്കില്ല. നാട്ടിലുള്ള ആണുങ്ങളും നിങ്ങളെ പറ്റി അല്ല മനുഷ്യ. ഗോവിന്ദൻകുട്ടി, വിദ്യാധരൻ ഒരു വിസിറ്റർ ഉണ്ട്. വിദ്യാധര, നിന്നെ കാണാൻ ആള് വന്നിട്ടുണ്ട്. ഗഡി വന്നിട്ടുണ്ടല്ലേടാ. ആ എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓടി ഓടി വരണേ? ഒരു ഭൂകമ്പം ഉണ്ടായി നാട്ടില്. ശാരദയത്തി ഞാൻ തമ്മിലൊന്ന് മുട്ടി. കൊറേയൊക്കെ ഞാൻ കേട്ടു. എന്നിട്ട് ഞാനും 4 വർത്താനം പറഞ്ഞു. എന്തിനാ വെറുതെ? ഞാൻ അടുക്കളയുടെ ഭാഗത്ത് ദ്രവിച്ച് എന്ന വാതിലൊരെണ്ണങ്ങട് കേറി. ചെതലും പൊടിയൊക്കെ തട്ടി വെടുപ്പാക്കി. പാമ്പും എലിയും മരപ്പട്ടിയും മാറാലേയും ആകെ നശിച്ചു ആ പേര. എന്നിട്ടൊരു പുതിയ കുറ്റിയും കൊടുത്തിട്ട് പൂട്ടി. ഇപ്പൊ എന്റെ പേരിൽ പോലീസിലെ കേസ് കൊടുക്കുന്ന പറഞ്ഞിരിക്ക. ഇതൊക്കെ ഞാൻ വന്നിട്ട് പറയേ. ഇനിയിപ്പൊ അനുവാദം ചോദിക്കാനും പറയാനൊന്നും കാക്കില്ല. ശ്രീകുട്ടിയെ വിളിച്ചോണ്ടൊന്ന് ഞങ്ങളുടെ അമ്മയും മോളും കൂടെ അങ്ങോട്ട് താമസിക്കും. ആ, ഒരു നല്ല വിശേഷം ഉണ്ട് കേട്ടോ. ശ്രീകുട്ടി അവളൊരു പെണ്ണായി. വയസ്സറിയിച്ചു. ഞാൻ അവളെ കാണാൻ ചെന്നിട്ട് കാണിച്ചില്ല. ആട്ടി പുറത്താക്കി. എന്നാലും ഞാൻ കണ്ടു, കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയും. അപ്പോഴാ വിശേഷം അറിയണേ. അവളവിടെ വലിയ വിഷമത്തിലാ. അമ്മായി നല്ല വിത്ത, ഒരു സമാധാനം കൊടുക്കില്ല. പഠിപ്പ് നിർത്തി. അരപ്പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് തോറ്റുത്രേ. അടുക്കളപ്പണി കഴിഞ്ഞിട്ട് പഠിക്കാൻ നേരം ഉണ്ടാവോ? അവള് കറുത്തു. പൊന്നുപോലെ ഇരുന്ന് എന്റെ മോള് കറുത്തു. പഴയ നിറമൊക്കെ പോയി. ആ ചിരി മാത്രം ഉണ്ട് ഇപ്പൊ. അമ്മായിയുടെ അനിയത്തിയുടെ കുട്ടിയെ നോക്കാൻ ബോംബെക്ക് കൊണ്ടുവന്ന് പേടിച്ചിരിക്കാ പാവം. എന്റെ കുട്ടി എങ്ങോട്ടും വിടരുത്. ഞാൻ വിളിച്ചു. എന്റെ കൂടെ പോരാൻ പേടി. അവര് വല്ല പോലീസിലും പറഞ്ഞ 2 ആളും പെടും. എന്തിന്? ഇപ്പോഴത്തെ കാലം അറിയോ? അവിടുന്ന് ഇവിടുന്നൊക്കെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോവുകയും എന്റെ മിനിക്കുട്ടിയെ പോലെ. എത്ര സംഭവങ്ങളാന്നറിയോ? നോക്കി നോക്കി ഇരിക്കാണ്ട് ചോറ് വാരി തിന്നടോ. ചോറ് സർക്കാരിനാണെങ്കിലും വയറ് നമ്മുടെ കേട്ടോ. ഗഡി വന്നിട്ട് എന്ത് പറഞ്ഞടാ? ഇങ്ങനത്തെ ഒരു സാധനം നാട്ടിലുണ്ടായിട്ടും പറോളിന് പോകാത്ത ഇവനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അല്ലടാ മൊയ്തീനെ, ഇവൻ അതൊന്നും ഇല്ലേ? നിനക്കെന്താ ഗർഭമുണ്ടോ ഓക്കാനിക്കാൻ? ആവശ്യമില്ല പിന്നെ എന്തിനാ വാങ്ങണേ? മറ്റുള്ളവർ തിന്നൂല്ലോ. തിന്നേയില്ല, തീറ്റിക്കയില്ല. ഇപ്പൊ എന്താ പെട്ടെന്ന് പരോളി പോണെന്ന് തോന്നാൻ? സരോജിനി പറഞ്ഞിട്ടാ? മോളെ കാണണം.
അത് ശരി. എടാ കഷ്ടി ഇനി ഒരു മാസേലുള്ളൂ. പരോളിന് അപ്ലിക്കേഷൻ കൊടുത്ത് അത് ഓർഡറായി വരുമ്പോഴേക്കും നീ നാട്ടിലെത്തിയിട്ടുണ്ടാവും. അതുപോലെ ഒരു മാസം പെട്ടെന്ന് അങ്ങോട്ട് പോവില്ലടാ. ഏ സൂപ്രണ്ട് എന്ത് പറഞ്ഞു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്താ എന്താടോ? എടോ ഇതേരാ എന്റെ മോള്. എടോ താൻ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു. ഭാര്യയും 2 പെൺകുട്ടികളും ചാവാൻ കിടക്കുന്ന ഒരമ്മയും. എനിക്കിനി 4 കൊല്ലം കൂടെ കഴിയണം. 2-3 ആഴ്ച ഞാൻ താൻ ഇറങ്ങല്ലേ. പിന്നെ മോളുടെ കൂടെ തന്നെ ജീവിക്കാമല്ലോ. പണ്ടാറടങ്ങാൻ ബാക്കിയുള്ളവർ ഉറക്കൂല. എന്റെ കുട്ടിയെ ഒന്ന് കണ്ടാ മതി എനിക്ക്. കിടന്നോ കിടന്നോ. നമസ്കാരം സാർ. അല്ല, തോരണങ്ങൾക്ക് ഇത് മതിയോ? കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് സാർ. ഒരു സ്വാതന്ത്ര്യ ദിനത്തിനാണോ പഴയതൊക്കെ എടുത്ത് കെട്ടുക? എടോ ഈ ആഘോഷം എന്നൊക്കെ പറയുന്നത് എന്താ? ഈ ഒരുക്കങ്ങളും ഏർപ്പാടുകളൊക്കെ അല്ലേ? അല്ലേ ഗോവിന്ദ? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കടലാസ് വേണ്ടി വരും സാർ. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, കിട്ടിയിരിക്കും. അല്ല, നാടകം എന്തായി? റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ആൻഡപ്പനാ പെൺവേഷം. അപ്പോ നായികയ്ക്ക് നല്ല മസിലുണ്ടാവുമല്ലോ. നമ്മുടെ സൂപ്രണ്ടിന് തലയ്ക്ക് വെളിവില്ലെന്നേ. ജയിലിൽ എന്തൊരു സ്വാതന്ത്ര്യദിനം, വെറുതെ കാശുകളെ. ഇൻമേറ്റ്സിന് ഒരു രസം. ഓ പിന്നെ തടവുകാരെ രസിപ്പിക്കാനല്ലേ ജയില്. നാടകത്തിന്റെ റിഹേഴ്സൽ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പേര് തോന്നി അപ്പുറത്ത് പോയി. മതി മതി, എല്ലാവരും പോയി കുളിക്കേ. ആ വല്ല പറ്റിയ ഇല്ല. വാടേ വാടേ.
വെയില് തെളിഞ്ഞു. നീ ഇത് കേക്കണില്ലേ? എന്റെ മോൻ എത്ര നന്നായിട്ടാ വായിക്കണേ. വായന കേട്ടിരുന്നാലേ ഏട്ടരുടെ വണ്ടി പോകും. ഇന്ന് പട്ടിണിയാവും. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. കണ്ണില്ലാത്ത നീ എങ്ങനെയാടി ഇത്ര കൃത്യമായിട്ട് സമയം നോക്കണേ? അതിന് കണ്ണെന്തിനാ? വെയില് മേല് വീഴുമ്പോ അറിയില്ലേ സമയം? മോളു, സന്ധ്യക്ക് ബാപ്പു വരുന്നവരെ നന്നായിട്ട് വായിച്ചു പഠിച്ചോളൂ കേട്ടോ. പുറത്തേക്കൊന്നും പോവരുത്. ഈ കുന്നിന്റെ ചോട്ടിലേ കുറുക്കന്മാര് ധാരാളം ഉണ്ടേ. സൂക്ഷിക്കണം കേട്ടോ. പുറത്തേക്കൊന്നും പോവല്ലേ. ബാബു പേടിക്കാണ്ട് പോയിക്കോളൂ. ഇവിടെ ബില്ല് ചെയ്തൊക്കെ ഇല്ലേ? നീ തിന്നാനുള്ളതൊക്കെ ബില്ലേക്ക് കൊടുത്തിട്ടേ പട്ടിണി ഇരിക്കരുത് കേട്ടോ. മീനു, വെയിലത്തൊന്നും പോരുത് കേട്ടോ. എന്റെ കുട്ടി വാടി കരിഞ്ഞു പോവും. അയ്യോ ചരക്ക് കരളേ, നീ ഇന്ന് എന്റെ സെല്ലില് എന്റെ പൊന്നെ തലചായ്ക്കാനൊരു താഴ്വാരം, നീലാകാശം മണിമേട, ഋതുമതിരാവിനെ ഞൊറിഞ്ഞുടുക്കാൻ നല്ല വെണ്ണിലാക്കോടിയും മിന്നും താലിയും. തലചായ്ക്കാനൊരു താഴ്വാരം, നീലാകാശം മണിമേട, ഋതുമതിരാവിന് ഞൊറിഞ്ഞുടുക്കാൻ നല്ല വെണ്ണിലാക്കോടിയും മിന്നും താലിയും. തലചായ്ക്കാനൊരു താഴ്വാരം, നീലാകാശം മണിമേട. കുടഞ്ഞ് വിണ്ണിൽ പറന്ന് പാടാൻ പിറന്ന പൈങ്കിളി, കരളിൽ നിറഞ്ഞു മിഴികൾ തുളുമ്പി ഒഴുകുന്നു നിന്റെ പാട്ടുകൾ. കൂടെ
ചായ്ക്കാനൊരു താഴ്വാരം നീലാകാശം മണിമേട ഇനിയെന്തു വേണം കരളിൻ കുരുന്നു ശാരിക്കേ പകരുന്നു ഞങ്ങളീ ജന്മമാകെ ഇനി എന്തു വേണമോ മലേ നിന്നെ തൊടുമ്പോൾ നിലവുകൾ നിറയെ കാണാ കാഴ്ചകൾ തലചായ്ക്കാനൊരു താഴ്വാരം നീലാകാശം മണിമേട ഋതുമതിരാവിനു ചൊരിഞ്ഞൊടുക്കാൻ നല്ല വെണ്ണിലാ കോടിയും മിന്നും താലിയും മിന്നും താലിയും മിന്നും താലിയും വാടവിടെ ഇങ്ങോട്ട് കേറുന്നില്ലടാ. എന്താടാ അവിടെ ഇടപാട്? ഞാൻ പൂമ്പാറ്റ. പൂമ്പാറ്റ ഒരു ദിവസം ഈ പൂതക്കണ്ണാടി ഞാൻ ചവിട്ടി പൊട്ടിക്കും. ഏത് നേരവും കണ്ട പാറ്റായും ചെതലിനെ നോക്കി നടത്തും. ഞാൻ അവസാനിപ്പിച്ചുതരാം. മറ്റാർക്കും ഇല്ലാത്ത സൗകര്യങ്ങളും നിനക്ക്. സൂപ്പണ്ട ഞാനൊന്ന് കാണട്ടെ. പോടാ. ആരാത്? ആരാന്നാ ചോദിച്ചേ? മോളെ മീനു, എന്താ പപ്പു? ആരാ വന്നത്? ആരുമില്ലല്ലോ. ഏയ് ആരോ വന്നു. കാലൊച്ച ഞാൻ കേട്ടല്ലോ. മോളൊന്ന് നോക്കിയേ. ആരാ? അന്യന്മാരാരോ വന്നു ഇവിടെ.
എപ്പോ? ഇപ്പോ കാലൊച്ച ഞാൻ കേട്ടു. ഞാൻ ബോധം കിട്ട് ഉറങ്ങിപ്പോയി. നല്ല രാവ് മുഴുവൻ ഉറങ്ങില്ലല്ലോ. ഇനി നമ്മൾ അങ്ങനെ ഉറങ്ങാൻ പാടില്ല. പേടിക്കണം, കുട്ടി വലുതായേ. ആര് വന്നു ഈ ബാപ്പു പറയണേ? മീനു, മീനു, ആരെങ്കിലും ഉണ്ടോ? അവിടെ ആരുമില്ല. ബാപ്പുന് തോന്നിയതാ. തോന്നിയതൊന്നുമല്ല. ബില്ല് കുറച്ചല്ലോ. സീതയെ ഒച്ചുണ്ടാക്കി. അത് വിശന്നിട്ടായിരിക്കും. ഉച്ച കഴിഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ അവർക്ക്. എന്റെ കുട്ടിക്ക് ആപത്തൊന്നും ഉണ്ടാവല്ലേ. അല്ലാ. നാട്ടിൽ പോവാറായപ്പോ ഉറക്കം വരുന്നില്ലല്ലേ? കിടന്ന് ഉറങ്ങാൻ നോക്കടാ, ചെന്നിട്ട് പണിയുള്ളതാ. സ്നേഹമുള്ള സരോജത്തിന് ഉറക്കം വായിക്കട്ടെ? വായിക്കണം സാർ, കേക്കട്ടെ. വേണ്ട, അവൻ നിന്ന് ചൂടുന്ന കണ്ടില്ലേ? PT സതീശൻ, കുമാരി ധന്യ, KV ഗംഗാരൻ നായർ, തോമസ് കുട്ടി, ശ്രീദേവി, ഹംസക്കോയ, PT തങ്കച്ചൻ, സത്യഭാമ, കുഞ്ഞിക്കണ്ണ്, ജാനകിയമ്മ, റഷീദ് VP. ഇന്നുമില്ലല്ലോ സരോജിനി. നീ ഇങ്ങനെ എന്നും വന്ന് കാത്തു നിൽക്കണ്ട. കത്ത് വന്നാൽ ഞാനോട് കൊണ്ടുതരും. സരോജിനി, കത്തുണ്ട്. സ്നേഹമുള്ള സരോജത്തിന് എന്റെ ശിക്ഷയുടെ സമയം കഴിയാറായി. 2-3 ദിവസത്തിനുള്ളിൽ പുറത്തു പോകാനുള്ള ഓർഡർ വരുമെന്ന് സൂപ്രണ്ട് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് സരോജം അടുത്ത ഞായറാഴ്ച വരണം. വരുമ്പോൾ നമ്മുടെ മോളെയും കൊണ്ടുവരണം. അവളോട് പറയണം ഇനിയുള്ള കാലം നമ്മൾ ഒരുമിച്ചാണെന്ന്. ഇവിടെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് മാലയിടാം. നാട്ടിലെത്തിയാൽ തടസ്സം പറയാനും എതിർക്കാനും പലരും ഉണ്ടാവും. അതുകൊണ്ട് ചടങ്ങ് ഇവിടെ വെച്ച് നടത്താം. ഇനിയെല്ലാം നേരിൽ. മോളെ കൂട്ടാൻ ഉപേക്ഷ വിചാരിക്കരുത്. സ്വന്തം പണിയേറ്റ്. കൊല്ലേ? ഏയ്, നിന്നെ വളർത്തു.
മിണ്ടണില്ലല്ലോ. സംസാരിക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? എന്തായാലും ഡിസ്പെൻസറിയിലേക്ക് കൊണ്ടുപോവാ. പറോള് കഴിഞ്ഞ് വന്നപ്പോ നീ ഒന്ന് ഉടഞ്ഞല്ലോടാ. നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആന്ന് പറഞ്ഞിട്ട് നിർത്താനല്ലേ പറഞ്ഞത്? എഴുന്നേൽക്ക്. രക്ഷിക്കണം സാറേ, അവളെ രക്ഷിക്കണം സാറേ. എന്താടോ, എന്താ സംഭവിച്ചത്? സാർ ഒരു കാരണമില്ല സാർ. പെട്ടെന്ന് തന്നെ അച്ചാരം മുച്ചവരെ അടിച്ചു. ഇയാൾക്ക് ഭ്രാന്താണ് സാർ. നിനക്കാണോ ഭ്രാന്ത്? നിന്നെ കൊല്ലണം. നീ ഇതെന്താ സാറേ, ആ പെൺകുട്ടി ഇത്ര ഇല്ലാത്തന്റെ മോളെ കടിച്ചു കീറി ചെന്നിട്ട് ചെന്നായി നായിന്റെ മോൻ. പാവന്റെ കുട്ടി കത്തിച്ചാമ്പലാവണ മുമ്പ് അവളെ രക്ഷിക്കണം സാറേ. കുട്ടിയോ? ഏത് കുട്ടി? അറിയില്ലല്ലടാ, ഒരു മാൻകുട്ടിനെ പോലെ കടിച്ചു കീറി തന്നിട്ടും. നീ ഏത് കുട്ടിയുടെ കാര്യം പറയുന്നത്? ഇവിടെ അപ്പുറത്ത് കണ്ണില്ലാത്ത ആളൊരു കുട്ടിയില്ലേ, ഒരു സുന്ദരി കുട്ടി, മീനു. എന്നിട്ട് ആ കുന്നിന് തീയിട്ടു. എവിടെ? ഏത് കുന്ന്? ഞാൻ കാണിച്ചുതരാം. ഞാൻ കാണിച്ചുതരാം. കേട്ടോ, ഓട്ടം കണ്ടോ? കേട്ടോ, നോക്ക്. പാവം, അയാള് കരയ. ഒരു കരച്ചിൽ കേൾക്കണില്ലേ? സാറ് നോക്ക്. എന്താ സാറേ ഒന്നും മിണ്ടാത്തെ? ഇപ്പൊ കത്തിത്തീരും. രക്ഷിക്കണം സാറേ. സാർ നോക്ക്, ശരിക്കും കാണണമെങ്കിൽ എന്റെ ഐലൻസ് വെച്ച്. എവിടെയാ അത്? അതെവിടെയോ വീണ് പോയല്ലോ. അതെവിടെയോ പോയി. എന്റെ ലെൻസ് എടുത്തിട്ട് വരാൻ പറയും സാറേ. എന്താ എല്ലാരും മേടിച്ചു നിൽക്കണേ? പോയി ലെൻസ് എടുത്തിട്ട് വാ. എന്നിട്ട് കാണാ രസമുള്ള കാഴ്ച. എല്ലാരും കാണുക. പാവം, കാര്യങ്ങൾ കേട്ടോ? സാറ് കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്. ഇനി കാണണം. നോക്ക്, ഐലൻഡ്സിലേയും കുറേശ്ശെ കാണാം. നോക്ക് സാറേ. നമുക്കാദ്യം ഐലൻഡ്സ് എവിടെ പോയെന്ന് കണ്ടുപിടിക്കാം, എന്നിട്ട് ഒന്ന് നോക്കാം. എന്താ? ശരിയാ, ഐലൻഡ്സ് വേണം. അതുണ്ടെങ്കിലേ ശരിയാവും. എല്ലാരും തിരയി, ഇന്നലെ കിട്ടൂ. എവിടെയാ പോയത്? ഐലൻഡ്സ് എവിടെയാ പോയത്? ഐലൻഡ്സ് കണ്ടോ? ഐലൻഡ്സ് കണ്ടോ? മിനിയമ്മേ, ഇനി എന്റെ കുട്ടിയുടെ പേടി മാറിയില്ലേ? ഇനി അമ്മാമാർക്കോ പോലീസിനോ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ ഇപ്പൊ നമ്മുടെ കൂടെ വരില്ലേ?
അച്ഛന്റെ കൂടെ മോള് പോയാ ആർക്കാ തടയാൻ പറ്റാ? വാ. ഒരുതരം സ്കീസോഫ്രീനി തന്നെയാ. സാധാരണ വിഷ്വൽ ഹാലൂസിനേഷൻസ് റെയർ. ഇയാൾക്കിത് വളരെ നേരത്തെ എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ കേസിലൊന്നും പരിഗണിച്ചിരുന്നില്ല അല്ലേ? ഇല്ല. വിദ്യാധരൻ നായർ, വീട്ടിൽ പോണ്ടേ? കൊണ്ടുപോകാൻ ആരൊക്കെ വന്നിരിക്കുന്നു നോക്കിയേ. നമ്മുടെ മോള് മനസ്സിലായില്ലേ? ശ്രീകുട്ടി എന്നോട് മോളെയും കൂട്ടി വരാൻ പറഞ്ഞിട്ട് ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആരാ? ആ